വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് വിന്താലുവിൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും വീഡിയോ കാണുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. ആദ്യം നമുക്കൊരു മസാല തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് 3 ഏലക്കായ, ഒരു ചെറിയ കഷ്ണം കറുകപ്പട്ട, 5 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. നമ്മളിവിടെ 3/4 കിലോ ബീഫാണ് എടുക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള മസാലകളാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, വലിയ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ നല്ല ജീരകം, 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമ്മളിതിലോട്ട് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 15 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 2 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ കുക്കറിലാണ് ചെയ്യുന്നത്. അതിലോട്ട് 3 ടേബിൾ ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു വലിപ്പത്തിലുള്ള സവോളയാണ് നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് വഴച്ചെടുക്കാം. മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടിയിൽ ഈ കറി വയ്ക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നല്ല എരിവും പുളിയും ഒക്കെ ഉള്ളൊരു കറിയാണ് കേട്ടോ ഇത്. ഇപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവോളയൊക്കെ ഒന്ന് പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ടാണിത്. സവോളയ്ക്ക് ഏകദേശമൊക്കെ ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് മസാലകളായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1.5 ടേബിൾ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തു. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി 1 ടീസ്പൂണും 1/2 ടീസ്പൂൺ സാധാ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. മസാലപ്പൊടികളുടെ റോ ഫ്ലേവർ മാറിക്കഴിയുമ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല പേസ്റ്റ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ ഒരു റോ ഫ്ലേവർ മാറുന്നത് വരെ നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ മീഡിയത്തിൻ്റെയും ലോൻ്റെയും ഇടയിലാണ് ഫ്ലെയിം വെച്ചിരിക്കുന്നത്. കാരണം കുക്കർ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും. ഇപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് അത്രയും വലിയ കുഴപ്പമില്ല. മീഡിയം ഫ്ലെയിമിലിട്ട് വെച്ച് തന്നെ ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് തക്കാളിക്ക് ഒരു പകുതി കുക്കാവുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾക്ക് ഇതിലോട്ട് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ മിക്സിയുടെ ജാറ് കഴുകിയത് ചൂടുവെള്ളത്തിലാണ്. അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഒരു എണ്ണയൊക്കെ ഊറി വരുന്ന ഒരു പരിവുണ്ടല്ലോ, അതുവരെ നന്നായിട്ട് ഈ മസാലകളൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പം ഈ ഗ്രേവിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അതിൽ നിന്ന് എണ്ണയൊക്കെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ സമയത്ത് ബീഫ് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ 750 ഗ്രാം ബീഫാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് ചെറിയ പീസാക്കി കട്ട് ചെയ്യരുത്, അത്യാവശ്യം വലിപ്പത്തിൽ തന്നെ കട്ട് ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ ഈ മസാലകളെല്ലാം ബീഫിലോട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതിലോട്ട് അധികം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം നമ്മൾ ബീഫ് എത്രയൊക്കെ ആയാലും ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും. അതുകൊണ്ട് അത്രയും വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല. ഞാനിപ്പോൾ ഒരു 2 ടീസ്പൂൺ ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇനി നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് പ്രഷർ കുക്ക് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ 5 വിസിൽ വരുന്നവരെ കുക്ക് ചെയ്തിരുന്നു. ഏകദേശം 25 മിനിറ്റോളം എടുത്തു കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഗ്യാസ് എല്ലാം പോയതിന് ശേഷം മാത്രമാണ് നമ്മളിപ്പോൾ തുറന്ന് നോക്കുന്നത്. ബീഫൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അതിൽ നന്നായിട്ട് ഗ്രേവി ഉണ്ട്. നമ്മളധികം വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തില്ലെങ്കിലും നന്നായിട്ട് ഗ്രേവിയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ബീഫും അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന കുക്കറിനും അനുസരിച്ചിട്ടും കുക്കിംഗ് ടൈമുകൾ കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രത്തോളം ഗ്രേവി വേണ്ടാത്തതുകൊണ്ട് തുറന്ന് വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് വറ്റിച്ചെടുക്കാം. ഈ സമയത്ത് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് പൊറോട്ടയും അല്ലെങ്കിൽ അപ്പം, ചപ്പാത്തിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് ഗ്രേവി കുറവും വേണ്ട, എന്നാൽ ഒത്തിരി ഗ്രേവിയും കൂടുതലാവരുത്. ഒരു ചെറുതായിട്ടൊരു ഗ്രേവി ടൈപ്പാണ്. പിന്നെ നമ്മളിത് കുക്ക് ചെയ്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ലാസ്റ്റ് ഒന്ന് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം. കാരണം നമ്മൾ വിനാഗിരിയിലൊക്കെയാണുള്ളത് കുക്ക് ചെയ്തെടുക്കുന്നത്. വല്ലാതെ പുളിയായി നിൽക്കാതിരിക്കാനായിട്ട് ഒന്ന് ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്